കോർ കമ്മിറ്റിയിൽ വി മുരളീധരൻ പാർലമെന്ററി രംഗത്ത് പരിചയസമ്പന്നനായ കേരള രാഷ്ട്രീയത്തിൽ കുറച്ചുകൂടി സ്വാധീനമുള്ള വി മുരളീധരൻ നിയമസഭാ കക്ഷി നേതാവായി വരട്ടെ എന്നൊരു ധാരണയുണ്ടായിരുന്നു. എന്നാൽ ആ തീരുമാനത്തിനോട് രാജീവ് ചന്ദ്രശേഖറിന് വിയോജിപ്പുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ഇന്നലെ ചേർന്ന ബി.ജെ.പിയുടെ നേതൃയോഗത്തിലും നിയമസഭാ കക്ഷി നേതാവ് ആരാണെന്ന കാര്യത്തിൽ ഒരു ധാരണ രൂപപ്പെട്ടിട്ടില്ല. ഇതിൽ രണ്ട് നേതാക്കളും തങ്ങൾക്ക് നിയമസഭാ കക്ഷി നേതാവാകണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. 3 MLA-മാരുള്ള പാർട്ടിയാണ് കേരള നിയമസഭയിൽ ബി.ജെ.പി. അതുകൊണ്ട് തന്നെ രണ്ടുപേരും നിലപാടിൽ ഉറച്ചു നിന്നതോടെ ആര് നിയമസഭാ കക്ഷി നേതാവാകും എന്ന കാര്യത്തിൽ ഇപ്പോൾ തീരുമാനമില്ല. എന്നാൽ മുൻനിരയിൽ ഇരിപ്പിടം ലഭിച്ചിരിക്കുന്നത് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖരനാണ്. അദ്ദേഹമാണ് ഇപ്പോൾ സ്പീക്കറെ അനുമോദിച്ചുകൊണ്ട് കക്ഷി നേതാക്കളെ സംസാരിക്കാൻ അനുവദിച്ചപ്പോൾ സംസാരിച്ചതും രാജീവ് ചന്ദ്രശേഖറാണ്. എന്നാൽ ഇക്കാര്യത്തിൽ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ തർക്കം രൂക്ഷമായതോടെ കേന്ദ്ര നേതൃത്വത്തിന്റെ അരികിലേക്ക് പരാതിയുമായി നേതാക്കൾ എത്തിയിട്ടുണ്ട്. ആ പരാതിയുടെയും മറ്റും അടിസ്ഥാനത്തിലാണ് ഇനി കേന്ദ്ര നേതൃത്വം തീരുമാനമെടുക്കുമെന്നാണ് അറിയുന്നത്. എന്തായാലും സംസ്ഥാനത്തൊരു സമവായം ഉണ്ടാക്കണം എന്നുള്ള അഭിപ്രായം സംസ്ഥാന നേതൃത്വത്തിലെ ആളുകൾക്ക് തന്നെയുണ്ട്. അവരെല്ലാവരും കൂടി ആലോചിച്ചൊരു തീരുമാനത്തിൽ കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുന്നു. എന്നാൽ രണ്ടുപേരും അവരവരുടെ നിലപാടുകളിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ബി.ജെ.പി. നേതാക്കൾ വ്യക്തമാക്കുന്നത്.